അപ്പോൾ ഞാൻ ഈ നിലവിളക്ക് പോസ്റ്റ് ഓഫീസിൽ ഞാൻ പറഞ്ഞല്ലോ ചെറുകരന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടിയ നിലവിളക്കാണ്. ഹസ്ബൻഡിന് റിട്ടയർമെൻറ്റിന് കിട്ടിയ നിലവിളക്കാണ്. നല്ല കനമുണ്ട്. അപ്പോൾ ഇത് തുടച്ച് വൃത്തിയാക്കി ഇനി നമുക്കൊരു സ്ഥാനം കണ്ടെത്തി അവിടെ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. കാണിച്ചു തരാം സ്ഥലം കേട്ടോ. അപ്പോൾ ഞാൻ വെക്കാൻ പോകുന്ന സ്ഥലം ഇവിടെയാണ്. വിളക്കൊന്നും അല്ല, തിരിയൊന്നും ഇതിൽ ഇടില്ല, എങ്കിലും കാണാൻ നല്ല ഒരു ഷോ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ഞങ്ങളെ പൂജ മുറിയല്ല, ഒരു വിളക്കൊക്കെ കൊളുത്തി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണ ഒരു സ്ഥലമാണ്. ഇതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ അതൊക്കെ പൊട്ടി പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ, വീടിൻ്റെ ഇങ്ങനെ അവസ്ഥ കാരണം. അപ്പോൾ എനിക്കെന്താ, അപ്പോൾ എന്തായാലും ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഇത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നും പറയാം, എൻ്റെ സ്റ്റുഡൻ്റ് എന്ന് പറയാം. ഞാൻ ഡാൻസ് പഠിപ്പിച്ചാർന്ന കുട്ടിയാണ്. 3ലും 4ലൊക്കെ ആകുമ്പോൾ ഇവളെ ഡാൻസ് ആരറിയോ, പുളിങ്കാവ് പ്രജിത പറഞ്ഞ കുട്ടിയാണ്. അപ്പോൾ ഇവളെ തന്നെ ഡാൻസ് പഠിപ്പിക്കുക. അവരെ വീട്ടിൽ പോയിട്ട് വാർഷികത്തിന് അവിടെ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുക ചോദിച്ചിട്ട് അങ്ങനെ ക്ലാസിക്കൽ പഠിപ്പിക്കാൻ പോയി. അങ്ങനെ പഠിപ്പിച്ചിരുന്നതാണ്. അപ്പം ഞങ്ങൾ അവിചാരിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് എന്നൊക്കെ പറയാം. പിന്നെ ഞാൻ MICയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവളൊരു ദിവസം അവിടെ വന്ന് ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. അപ്പം ഞാൻ സത്യത്തിൽ അന്തം വിട്ടു. കുറേ വർഷങ്ങൾക്ക് ശേഷം അവളെ കാണുമായിരുന്നു. വലിയ കുട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ അവൾ തന്ന ഒരു ഗിഫ്റ്റാണിത്, ഒരു കൃഷ്ണൻ്റെ. അവൾ നല്ലൊരു കുട്ടിയാട്ടോ, നല്ലൊരു ബഹുമാനവും ആദരവും എല്ലാം കാണിക്കുന്ന ഒറിജിനാലിറ്റിയാണ്. അതിലൊരു കളങ്കമില്ലാത്തൊരു സ്നേഹം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ആ കുട്ടി. എല്ലാവരോടും നല്ലൊരു ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് പ്രജിത പുളിങ്കാവ്. അവൾക്ക് കൃഷ്ണൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അവൾ എന്നെ സ്വയം നേടിയെടുത്തിട്ടുണ്ട്. അവളുടെ ആ നിഷ്കളങ്ക ഭാവമൊക്കെ ഉള്ളവരോടാണല്ലോ ദൈവത്തിനോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുക, ആരോടും എതിർത്ത് സംസാരിക്കാത്തൊരു പ്രകൃതം, നല്ലൊരു സ്വഭാവമുള്ളൊരു കുട്ടിയാട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അവളെ കുറിച്ച് നല്ല ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ അവളോട് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. അവൾ നന്നായിട്ട് ഉയരട്ടെ. ഇനിയും ഇപ്പോൾ ടീച്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു സ്കൂൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി അവൾ ഉയരങ്ങളിലെത്തട്ടെ. അവൾക്ക് നല്ല ആരോഗ്യവും മെച്ചപ്പെട്ടൊരു ജീവിതം തന്നെ അവൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കണം. നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്നവരോട് നമ്മൾ അങ്ങോട്ട് നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കും. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ എത്ര പിന്നെ ദേഷ്യം ഇതൊക്കെ കാണിച്ച് എന്നോട് എന്നെ കൊല്ലാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും എന്നോട് നല്ല സ്വഭാവത്തിൽ പെരുമാറി ഞാൻ അങ്ങോട്ട് ജീവനായിട്ട് സ്നേഹിക്കും. ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇങ്ങനെ ഒരു കുട്ടികളുണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോൾ സ്റ്റാഫ് റൂമിലൊക്കെ ഞാൻ കയറി വരുന്ന സമയത്ത് അവൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നീക്കി നല്ല പ്രിൻസിപ്പൾ കയറി വരുന്ന പോലെ. എന്നിട്ട് എല്ലാവരും അന്തം വിടും, മറ്റു സ്റ്റാഫുകളൊക്കെ അന്തം വിടും, എന്താ ഈ കുട്ടി എന്നെ കാണുമ്പോൾ നീച്ചിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ചിലർക്കൊക്കെ അറിയാം അവളുടെ ഗുരുവാണെന്ന്. പക്ഷെ ആരും അങ്ങനെയൊന്നും ചെയ്യാറില്ല. കണ്ടാൽ തന്നെ മൈൻഡ് ചെയ്യില്ല, അങ്ങനെ പഠിപ്പിച്ചതാണെന്നുള്ളൊരു മൈൻഡും ഇല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും ആ കുട്ടി ആ ഒരു സ്നേഹം കാണിക്കണം കാണുമ്പോഴേ, ആ ഒരു ബഹുമാനം കാണിക്കണം, നല്ലൊരു സന്തോഷമാണ് തോന്നുന്നത്. എത്ര പറഞ്ഞാലും അത് മതി വരില്ല. അതാണ്. അപ്പോൾ ഒരുപാട് താങ്ക്സ് കേട്ടോ പ്രജിത. ഈ ഒരു അവസരത്തിൽ നിന്നോട് ഞാൻ താങ്ക്സ് പറയുകയാണേ. ഓക്കേ.